അപ്പോൾ നമ്മളെന്താ പരിപാടി, ഈ പോത്തിന് നമ്മളൊരു പ്രത്യേക രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണ്ട. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വ്യത്യസ്തമായ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് നമുക്ക് നല്ല മസാലയൊക്കെ തേച്ചില്ലേ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല പുളിപ്പുള്ള സൂപ്പർ പോത്തുക. മതിയില്ലേ? നമുക്കിതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഒരു അല്പം മതി, കുറച്ച് സുമാക്ക്, ഇത് അറബിക് മസാല കേട്ടാ. പാകത്തിന് ഉപ്പ് കുറച്ചൊരല്പം കയറ്റിയിടുന്നതാണ് നല്ലത്. ഇതല്ലേ നാരങ്ങ നീര്, കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മതി. നമുക്ക് പോത്തിനാണ് മസാല തേച്ച് കൊടുക്കുക അല്ലേ. എന്താ മസാല അല്ലേ, എൻ്റെ അടിപൊളി മസാല കേട്ടോ. എൻ്റെ മണം തന്നെ ഭയങ്കര മണം. പോത്ത് മസാല നിൽക്കട്ടെ, അടിപൊളി അല്ലേ. മതിയില്ലേ? ഇനി കുറച്ച് നേരം അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ, മസാല പിടിക്കാം. അപ്പോൾ ഇതിനകത്തിട്ടാണ് നമ്മൾ പോത്തിന് ചൂടുന്നത്. കുറച്ച് കല്ലടിക്ക് ഹൈറ്റ് ഉണ്ടാക്കണം. കരിക്കാത്ത ചൂട. ചൂട് പിടിച്ചാൽ മതിയില്ലേ? നമുക്ക് തള്ളി ഉള്ളി കേട്ടല്ലേ. ഒരുപാട് പെട്ടെന്ന് കത്തിട്ട് സമയം ഇതിലാണ് കട്ട ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ 4-4.5 മണിക്കൂറായിട്ടപ്പോൾ വെച്ചിട്ട് നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം, എന്തായി നോക്കാം. അങ്ങനെ ഉള്ളിലായിട്ട് പയറാണ്, പയർ കൊണ്ടോ എടുത്ത് നമുക്ക് നോക്കാം. മുരിക്ക സ്മോക്കില്ലേ.
അടിപൊളി അല്ലേ? സംഭവം സെറ്റ്. ചൂടാ, ഭയങ്കര ചൂടാ. ശരിക്കും ജ്യൂസി ആയില്ലേ? ചൂട് ഭയങ്കര ചൂടാ. തൊടാൻ പറ്റില്ല. നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ? സംഗതി ഇരുട്ടായി. അപ്പോൾ എന്താ എന്താ നോക്ക്. ശരിക്കും വെന്ത് ഇതായിട്ടാ. അതെ, ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അടിപൊളിട്ടാ. നല്ല സ്മോക്കി ഫീല് അതാ അല്ലേ? ജ്യൂസ് ആയിട്ടുണ്ട്. നല്ല കൊഴുപ്പുള്ള പോത്താണ്. ഇത് ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടാ. വാരിയല്ല ഭാഗമില്ലതാ. ഇതിങ്ങനെ എടുക്കുന്നതിനുള്ള മഴ പോലെ. എന്നിട്ട് ഇത് നമ്മുടെ സ്ഥലത്ത്, സ്വന്തം സ്ഥലത്ത്. താൻ ഇനി കുറേ ഉണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ കുട്ടികളെ ഉണ്ട് കുറേ, അവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ കുറേ പാർസലൊക്കെ കൊണ്ടുപോകണം അല്ലേ? കമ്പ് ഇരുട്ട് അതാ. ഇത് ശരിക്കും സമാധാനത്തോടെ ക്ഷമയോടെ കഴിക്കണം. എന്ത് അല്ലേ? നല്ല വെന്തുട്ടാ സാധനം അല്ലേ? നെയ്യാണ്. ആ നെയ്യിന്ന് കൂടെ സംഗതി അടിപൊളി ടേസ്റ്റ്. സംഗതി ഇനിയും നമ്മുടെ അടുത്ത് പോത്തുണ്ട് കേട്ടാ. കട്ട് ചെയ്ത് പാർസലാക്കാം അല്ലേ? രാത്രി ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് നമുക്ക് പാർസലാക്കാം അല്ലേ? അവരും കഴിക്കട്ടെ ഈ സ്മോക്കി ബീഫ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്ക് കൂടി നിങ്ങൾ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേർത്തിരിക്കും. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ. സമാധാനത്തിൽ കഴിക്കാം.